ടെലിവിഷൻ്റെ റിപ്പോർട്ടിംഗ് രീതി ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പത്രത്തിലാണെങ്കിൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 10 മണിയും 12 മണിയൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായാലും പത്രം പ്രസ്സിലേക്ക് പോകുന്നത് വരെ അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും. പക്ഷെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ റിപ്പോർട്ട് ചെയ്താൽ പോരാ, ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തെറ്റുകൾ വരാറില്ലെന്ന് ചോദിച്ചാൽ തെറ്റ് വരാറുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും ഷെയർ ചെയ്യുക. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ രീതി അങ്ങനെയാണ്. അതിന് ഉള്ള പോരായ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുണ്ടാവുകയുള്ളൂ. അത് പ്രേക്ഷകരിലേക്ക് കൊടുക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും അതിന് വേറൊരു ആംഗിൾ എമേർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതും പറയേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അറിഞ്ഞു വരുമ്പോൾ കുറച്ച് സമയമാവും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ടി വി വെക്കുന്നത് മിനിയാന്നത്തെ വാർത്ത അറിയാനല്ലല്ലോ, ഇപ്പോൾ എന്ത് നടക്കുന്നു അത് തത്സമയം അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ന്യൂസ് ടെലിവിഷൻ വികസിച്ച് വന്ന ഒരു തുടക്കവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. SFIയുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു. അപ്പോൾ മുമ്പും സമരമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ തത്സമയം ഒരു ബോംബ് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ പോലീസ് അടിക്കുന്നു, കെ കരുണാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇത് ഞാൻ കേരളത്തിലെ ന്യൂസ് ടെലിവിഷൻ്റെ തുടക്കകാലം അറിയാണ്. ഇതിങ്ങനെ തത്സമയം കാണുക, ഇതിൻ്റെ ഒരു മോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് വികസിച്ച് വരുന്നത്. ഇപ്പോൾ ഇന്നലെ വിമാനം ട്രിച്ചി എയർപോർട്ടിൽ ഇറക്കിയതുമായി ബന്ധപ്പെട്ട വിമാനം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പരിശോധനത്തിന് ശേഷം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാം എന്നൊരു നിലപാട് ടി വിക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. പിന്നെ ഇപ്പോൾ മനാഫിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ മനാഫ് പരാതി കൊടുത്തിട്ടുണ്ട്, അർജുൻ്റെ കുടുംബാംഗങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പരാതി കൊടുത്തിട്ടുള്ളത് മാധ്യമങ്ങൾക്കെതിരെയല്ല. മനാഫിൻ്റെ വിഷയം ഉയർന്നു വരാൻ ഇടയായ സംഭവം എന്താണ്? അർജുൻ്റെ കുടുംബം കൊടുത്തിട്ടുള്ള പരാതിയാണ്. അർജുൻ്റെ കുടുംബം കൊടുത്തിട്ടുള്ള പരാതി എന്താണ്? സോഷ്യൽ മീഡിയ വഴി അവഹേളിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുക, അത് ജനാധിപത്യപരമായ അവകാശമാണ്. അതിലെന്ത് പറയണം എന്നുള്ളതും ജനാധിപത്യപരമായ അവകാശമാണ്. പക്ഷേ ആർക്കും എന്തും വായിൽ തോന്നുന്നത് എന്തും പറയാം എന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെലിവിഷനിൽ അല്ലെങ്കിൽ പത്രത്തിൽ ഒരു എഡിറ്ററുണ്ട്, അവിടെ ഒരു ഗേറ്റ് കീപ്പിംഗ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അതൊന്നുമില്ല, ആർക്കും എന്തും പറയാം, ഉത്തരവാദിത്വമുള്ള ആരുമില്ല. മലയാള മനോരമയിലൊരു വാർത്ത വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയാൻ മലയാള മനോരമയ്ക്ക് ഒരു എഡിറ്ററുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് അതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡിലേക്ക് വരുന്ന ഈ കണ്ടൻറ്റൊക്കെ ആരുണ്ടാക്കിയതാണ്, യൂട്യൂബ് ചാനൽ ആര് നടത്തുന്നതാണെന്ന് അറിയാമോ? ഇല്ലല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, കിട്ടുന്നു അതങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് രീതി. അപ്പോൾ അർജുൻ്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്താൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഓൾറെഡി ഒരു വലിയ ലോസ് വന്നു, ഒരു വലിയ നഷ്ടം വന്നു, അവരുടെ ഏറ്റവും ഉറ്റ ബന്ധു മരിച്ചു. അതിനുശേഷം നാട്ടുകാർ അവരെ ജഡ്ജ് ചെയ്ത് അവരെക്കുറിച്ച് വല്ലാത്ത തോന്നിയാസം പറയാണ്. അർജുൻ്റെ സഹോദരങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. ചില ആളുകളൊക്കെ വീട്ടിലേക്ക് വരുന്നു, 2000 രൂപ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമത്തിൽ മനന്നൊന്താണ് ആ കുടുംബം വന്ന് പരാതി പറഞ്ഞത്. അതല്ലാതെ മാധ്യമങ്ങളിൽ കിട്ടിയ കവറേജിൻ്റെ കുറവോ കൂടുതലോ അല്ല അവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ കാണേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ പലതരത്തിൽ ഉപയോഗിക്കാം. ആളുകൾ അവരുടെ മനോവൈകൃതം എഴുതിയിടാനുള്ള ഇടം കൂടിയായും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഇടമായി ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഇടമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കും. ഇതിന് നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പോൾ നമ്മളെന്ത് സെലക്ട് ചെയ്യണം, നമ്മളെന്ത് ഷെയർ ചെയ്യണം? ഒരു കാര്യം വാട്സാപ്പിലേക്ക് വന്നാൽ ഉടനെ അത് ഷെയർ ചെയ്യണോ, എടുത്തു ചാടണോ എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻഫർമേഷൻ ടെക്നോളജി എക്കോസിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ, നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് നൊബേൽ സമ്മാനം കിട്ടുന്നത് 2020-ലാണ്. 2 മാധ്യമ പ്രവർത്തകർക്ക്, റഷ്യയിൽ നിന്നുള്ള ദിമിത്രി മുറട്ടോവ്, അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള മരിയ റെസ, ഈ 2 പേർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മരിയ റെസ നടത്തിയൊരു പ്രസംഗം 2ാം ലോക മഹായുദ്ധത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ടാണ്. അവർ പറഞ്ഞത്, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചു ഹിരോഷിമയിലും നാഗസാക്കിയിലും. അത് അനിതര സാധാരണമായൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചു. ആ പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടത്. ഒരു വലിയ ആക്ഷൻ ഉണ്ടായപ്പോൾ അതിനുള്ള റിയാക്ഷൻ, സമാധാനം പുനഃസ്ഥാപിക്കൽ എന്ന റിയാക്ഷനിലാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ രൂപീകരണം. അതുപോലെയുള്ള ഒരു ഗ്ലോബൽ ആക്ഷൻ്റെ സമയമാണ്. നമ്മുടെ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിൽ ഒരു ആറ്റം ബോംബ് വീണിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം ദൂരവ്യാപകമാണ്. 1945 ഉണ്ടായ തരത്തിലുള്ള ഒരു ഗ്ലോബൽ ആക്ഷൻ
ഒരു റിയാക്ഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് അവർ പ്രസംഗിച്ചത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഈ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിൽ വലിയ വലിയ ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ലോകത്തെ എല്ലാ ജനാധിപത്യങ്ങളെയും ബാധിക്കുന്നതാണ്. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്ക് വളരെ സജീവമായ ചർച്ചയിലേക്ക് വരികയും ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2016 വാക്കായിട്ട് ആ വാക്കിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. 8 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണിത്. ഈ 8 കൊല്ലം കൊണ്ട് തന്നെ ലോകത്ത് ആശയവിനിമയ സംവിധാനങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ആർക്കും എന്തും ഏത് എക്സ്റ്റൻറ്റിലും പ്രചരിപ്പിക്കാം, അതനുസരിച്ച് നറേറ്റീവുകൾ സൃഷ്ടിക്കാം. അതുകൊണ്ട് ലോകത്ത് ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കാം, പുതിയ ഭരണാധികാരികളെ സൃഷ്ടിക്കാം എന്ന നിലവന്ന് നമ്മുടെ രാജ്യത്തും അതിന് ഉദാഹരണങ്ങളുണ്ട്. 2016 എല്ലാ അമേരിക്കൻ പ്രസ്സും വലിയ ലെഗസി സ്ഥാപനങ്ങളൊക്കെയും ഡൊണാൾഡ് ട്രംപിനെതിരായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപാണ് വിജയിച്ചത്. ആ വിജയത്തിന് ആധാരമാക്കിയത് സോഷ്യൽ മീഡിയ വഴിയുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രചരണമാണ്. അമേരിക്ക അപകടത്തിലാണ്, തദ്ദേശീയർ അപകടത്തിലാണ്, നിങ്ങളുടെ സ്വത്വം അപകടത്തിലാണെന്നൊരു മെസ്സേജ് വളരെ വ്യാപകമായി കൊടുക്കാൻ കഴിയുകയും ജനങ്ങളിൽ ആ ഒരു തോന്നൽ, ഞാൻ അപകടത്തിലാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും എൻ്റെ അപകടം പരിഹരിക്കാൻ ട്രംപ് അധികാരത്തിൽ വരണമെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുമ്പോഴാണ് അവർ ട്രംപിന് വോട്ട് ചെയ്യുന്നത്. ആ പരീക്ഷണം നമ്മൾ ഒരുപാടിടത്ത് പിന്നെ ആവർത്തിക്കുന്നത് കണ്ടു. ഹിന്ദു അപകടത്തിലാണ് എന്നൊരു നറേറ്റീവ് ഇന്ത്യയിൽ കൊണ്ടുവരാം. വേണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മലങ്കര സഭ വിശ്വാസം അപകടത്തിലാണ് എന്ന് ഒരു വളരെ കൃത്യമായ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു പ്രചാരണം വന്നാൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നിങ്ങളൊക്കെ ചാടിയിറങ്ങില്ലേ? ഇതുപോലെയാണ് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയുടെ വിപുലപ്പെടുത്തൽ കൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി നടക്കുമ്പോൾ അതിനെന്താണ് പരിഹാരം എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും നുണയല്ല. യുവാൽ നോഹ ഹരാരി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ തന്നെ ഒരു പോസ്റ്റ് ട്രൂത്ത് ആനിമലാണ്, ഒരു സത്യാനന്തര ജീവിയാണ് മനുഷ്യൻ എന്ന് യുവാൽ നോഹ ഹരാരി എന്ന വിശ്രുതനായ ഇസ്രായേൽ സോഷ്യൽ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം AI എങ്ങനെയാണ് മനുഷ്യകുലത്തെ മാറ്റിമറിക്കുന്നത് എന്നത് വിശദീകരിക്കുന്നതാണ്. നെക്സസ് എന്നാണ് പേര്. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വീഴ്ത്തിയത് ഒരു പോസ്റ്റ് ട്രൂത്ത് യുക്തി കൊണ്ടാണ്. അതും സത്യം മാത്രം പറയുന്ന ധർമ്മപുത്രർ, അദ്ദേഹം അസത്യം ഒന്നും പറഞ്ഞില്ല. അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറഞ്ഞു. അതിൽ അശ്വത്ഥാമ ഹത എന്നുള്ളതേ പ്രകടമായി കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. കുഞ്ചര എന്നുള്ളത് വളരെ പയ്യാണ് പറഞ്ഞത്. അതുകൊണ്ട് ദ്രോണാചാര്യർ കേട്ടപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു, അതായത് സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ട ദ്രോണാചാര്യർ ആകപ്പാടെ അസ്വസ്ഥനായി നിൽക്കുമ്പോഴാണ് അവിടെ അദ്ദേഹത്തെ വീഴ്ത്തുന്നത്. അപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ ചരിത്രങ്ങളിലൊക്കെ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഹരാരി തന്നെ അമേരിക്കയിലെ ലിങ്കൺ എന്ന പട്ടണത്തിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹ്യൂ എന്ന് പറയുന്ന ഒരു ജൂതൻ ഒരു കത്തോലിക്ക കുട്ടി കൊല്ലപ്പെട്ടു. അത് ജൂതർ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞിനെ കൊന്നതാണ്. ഇത് വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം പ്രചരിക്കുകയും ജൂതരുടെ വംശഹത്യക്ക് അതൊരു ആയുധമാവുകയും ചെയ്തു. ഒടുവിൽ 1940കളിലും 50കളിലൊക്കെ ലിങ്കൺ കത്തീഡ്രലിൽ തന്നെ ഒരു വലിയ ഫലകം ഇതൊരു കെട്ടുകഥയാണ് എന്ന് ഉയർത്തേണ്ടി വന്നു. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഏജിന് മുമ്പ് തന്നെ ഈ പറയുന്ന ടാക്ടിക്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആർക്കും എവിടെയും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും അസത്യത്തെയോ അർത്ഥസത്യങ്ങളെയോ പ്രചരിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത് വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പരിഹാരം എന്നുള്ളതാണ് യുവാക്കളും യുവാക്കളല്ലാത്ത ആളുകളും ഒക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുക, ജനാധിപത്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ഉയരുന്ന മൗലികമായ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, മിസ്ഇൻഫർമേഷൻ ഉണ്ട്, ഡിസിൻഫർമേഷൻ ഉണ്ട്. ഡിസിൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി ഒരു കാര്യം പ്രചരിപ്പിക്കുകയാണ്, ഒരു തെറ്റായ വസ്തുത പ്രചരിപ്പിക്കുകയാണ്. തെറ്റായ കാര്യത്തെ നമുക്ക് വസ്തുത എന്ന് പറയാൻ പറ്റില്ല, തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിൻഫർമേഷൻ എന്ന് പറയുന്നത്. മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഞാനോ നിങ്ങളൊക്കെ സംസാരിക്കുമ്പം പറ്റിപ്പോകുന്ന തെറ്റാണ്. മറ്റത് ഡിസിൻഫർമേഷനാണ്. അപ്പോൾ ഡിസിൻഫർമേഷൻ വളരെ ആസൂത്രിതമായി പ്രചരിപ്പിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പറ്റും, ഭരണാധികാരം പിടിക്കാൻ പറ്റും, ജനാധിപത്യത്തെ അപകടത്തിലാക്കാൻ പറ്റും. ചെറിയ ചെറിയ പർപ്പസുകൾക്കും വേണമെങ്കിൽ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ പറ്റും, പരാജയപ്പെടുത്താൻ പറ്റും, ഒരു നടനെ വീഴ്ത്താൻ പറ്റും, വിജയിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ആഗോളതലത്തിൽ മാധ്യമങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഈ മിസ്ഇൻഫർമേഷൻ്റെയും ഡിസിൻഫർമേഷൻ്റെയും കാലത്ത് ജനാധിപത്യം തന്നെ അപകടത്തിലാവുമ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് മാധ്യമ ലോകമാകെ ചോദിക്കുന്നൊരു ചോദ്യം. അതിന് ഫാക്ട് ചെക്കിംഗ് എന്നൊരു അനിവാര്യമായ കാര്യമുണ്ട്. അതിന് ടൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമിക്കടക്കം, മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും ഒക്കെ
ഇപ്പോൾ ഫാക്ട് ചെക്കിംഗ് ഡിവിഷനുകളുണ്ട്. അവ വളരെ സജീവമായി ഓരോ വർഷവും കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള വ്യാപകമായിട്ടുണ്ട്. ജേർണലിസ്റ്റുകളുടെ സംഘടനകളും ഫോറങ്ങളും ഒക്കെ ഫാക്ട് ചെക്കിങ്ങിനെ, ഒരു കാര്യത്തിൻ്റെ വസ്തുത ജനങ്ങളോട് വിവരിക്കുന്നതിനെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ രീതിയായി കാണുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായി നേരത്തെ പറഞ്ഞ ഫാദർ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് ഒരു ഡിസിൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും ഫാക്ട് ചെക്ക് ചെയ്യാനും രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യ നൽകുന്ന സാധ്യത എന്ന് പറയുന്നത് നമുക്കത് ഗുണപരമായി ഉപയോഗിക്കാം, പ്രതിലോമകരമായി ഉപയോഗിക്കാം. നേരത്തെ ഇവിടെ ഈ കോൺക്ലേവിൽ പങ്കെടുത്ത എ റഹീം MP, അപ്പോൾ അദ്ദേഹം മദ്യപിച്ചൊരു പ്രസംഗം നടത്തി എന്നൊരു വീഡിയോ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചു. CPM നേതാക്കളിൽ തന്നെയും ചിലർ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നത് കള്ളുകുടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ കാര്യത്തെ പൊളിച്ചത് ഈ തൊട്ട് മുമ്പത്തെ സെഷൻ കൈകാര്യം ചെയ്ത ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന റേഡിയോ അവതാരകനും ഇൻഫ്ലുവൻസറുമായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ വീഡിയോ കണ്ടിട്ട് ഈ MP ഒക്കെ ഇങ്ങനെ മദ്യപിച്ചിട്ട് പ്രസംഗിക്കാൻ പോയാൽ വളരെ മോശമല്ലേ എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ജോസഫ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ചിത്രീകരിച്ചു. ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി തിരിച്ചു വന്നിട്ട് ഫാദറിന് കാണിച്ചു കൊടുത്തു. അല്ല, ഇപ്പോൾ ഒന്ന് നോക്ക്, അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത് കള്ളുകുടിച്ച് സംസാരിക്കുന്നത് പോലെ ഇല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് ആരുടെ സംസാരം ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് വേണമെങ്കിൽ മദ്യപിച്ച് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയും. ഡീപ്പ് ഫേക്കിൻ്റെ കാലമാണ്, ഡീപ്പ് അല്ലാത്ത ഫേക്കും സാധിക്കും. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനും നമുക്ക് ഈ ടെക്നോളജിയെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒരു ത്രെട്ട് എന്നുള്ളതിനേക്കാളും ഒരു ടൂൾ ആയി കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിനെ ഒരു ടൂളായി കാണാവുന്നതാണ്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ആശ്രയിക്കാം. എനിക്ക് ഒരു ലീവ് ലെറ്റർ എൻ്റെ ബോസിന് അയക്കണമെങ്കിൽ AI ഉപയോഗിച്ച് ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയാൽ രാഹുൽ ഈശ്വറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു കണ്ടൻറ്റ് തയ്യാറാക്കാൻ എനിക്ക് AIയുടെ സഹായം തേടാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റും വേണ്ട. അപ്പോൾ നമുക്ക് AI ആ തരത്തിൽ ഉപയോഗിക്കാം. പക്ഷേ എന്ന് കരുതി AI മുഴുവൻ കണ്ടൻറ് ക്രിയേഷനെയും അല്ലെങ്കിൽ മുഴുവൻ എഴുത്തിനെയും റീപ്ലേസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം മൗലികത എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരാളുടെ എഴുത്ത് അതല്ലെങ്കിൽ ഒരാളുടെ കണ്ടൻറ്റിനെ യുണീക്കാക്കുന്ന ഘടകമുണ്ട്. ഓരോ ആളെയും യുണീക്കാക്കുന്ന ഘടകമുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും ടെക്നോളജിക്ക് കഴിയില്ല. AIക്ക് കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച്. അത് ഈ പരന്നു കിടക്കുന്ന ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. അതല്ലാതെ AIക്ക് ശശി തരൂർ ആവാൻ പറ്റില്ലല്ലോ. ശശി തരൂർ എഴുതുന്നത് പോലെ ശശി തരൂരിനെ എഴുതാൻ പറ്റുള്ളൂ. ആ മൗലികത ഒരിക്കലും ടെക്നോളജിയെ സംബന്ധിച്ച് സാധിക്കില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കൂടല്ലൂരോ അതല്ലെങ്കിൽ മലമക്കാവിലോ ഒക്കെ കുറേ വാസുദേവന്മാരും കുറേ നായന്മാരും ഉണ്ടാവും. പക്ഷേ MT വാസുദേവൻ നായർ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. MT വാസുദേവൻ നായർ എഴുതുന്ന പോലെ 4 കെട്ട് വേറൊരാൾക്ക് എഴുതാൻ പറ്റില്ല. പൊൻകുന്നത്ത് ഒരുപാട് ചേട്ടന്മാരുണ്ടാകും. പക്ഷേ ഒരു പൊൻകുന്നം വർക്കിയേ ഉള്ളൂ. പൊൻകുന്നം വർക്കി എഴുതുന്നത് പോലെ പൊൻകുന്നം വർക്കിക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന പോലെ വൈക്കം മുഹമ്മദ് ബഷീറിന് മാത്രമേ എഴുതാൻ പറ്റൂ. അതാണ് അവരെ അവരാക്കുന്ന ഘടകം. ആ മൗലികത ഒരു അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾ എത്രമാത്രം ഒറിജിനലാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിസിൻഫർമേഷൻ ഏജിലാണ്. ഈ ഡിസിൻഫർമേഷൻ ഏജിനെ കൗണ്ടർ നറേറ്റീവുകൾ ഉണ്ടാക്കാൻ ഇതേ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാം. ഇതേ സാങ്കേതിക വിദ്യയെ നമുക്ക് ഇൻഡിവിജ്വലായ തലത്തിലും ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ കഥ പറഞ്ഞത്. നമുക്ക് ഏത് വ്യക്തിക്കും ഒരു ഡിസിൻഫർമേഷനെ ഡീബങ്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാലത്തെ യുവാക്കൾ കാണേണ്ടത് എല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട കാലമായിട്ടില്ല. വാട്സാപ്പിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളം കണ്ടൻറ്റ് വരും. അതിൽ വളരെ ആസൂത്രിതമായി നിങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള കണ്ടൻറ്റുകൾ ധാരാളം ഉണ്ടാവും. നിങ്ങളുടെ ചിന്താ പ്രക്രിയയെ സ്വാധീനിക്കാൻ, നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ വിശകലനം ചെയ്യുക, വിശകലനാത്മകമായി കാര്യങ്ങൾ കാണുക. അങ്ങനെ ഒരു വിശകലനാത്മകമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ശേഷി ആർജിക്കുക എന്നുള്ളതാണ് യുവതലമുറയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കേട്ടാൽ ഉടനെ അതിനുള്ള റിയാക്ഷനായി ചാടി ഇറങ്ങാതെ എന്താണത് എന്ന് ചിന്തിക്കാൻ, എന്തുകൊണ്ടാണ് അതെന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷിയും അതുപോലെ തന്നെ സമീപനവും സ്വീകരിക്കുക. അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന AI അടക്കമുള്ള ഏത് ടെക്നോളജിയെയും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ആറ്റം ബോംബ് വീണ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റമാണ്. അതിനെ എങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് മാധ്യമപ്രവർത്തകരുടെ മാത്രം ചുമതലയല്ല, ഇരിക്കുന്ന ഓരോരുത്തരുടെയും, ഓരോ പൗരന്മാരുടെയും, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരുടെയും ചുമതലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.